കരുണ പ്രചരിപ്പിച്ചത് പച്ചക്കള്ളം. പള്ളിപ്പടി ജനകീയ സമിതി. ന്യൂ ടൈംസിലേക്ക് സ്വാഗതം. തിരൂരങ്ങാടി പള്ളിപ്പടിയിൽ പ്രവർത്തിച്ചു വരുന്ന കരുണ ഹോസ്പിറ്റലിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം മൂലം പ്രദേശവാസികൾ രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കിണറുകളാകെ മലിനമായി ആരോഗ്യ ഭീഷണി നേരിടുകയാണ്. നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും പരിഹാര നടപടികൾ സ്വീകരിക്കാതിരുന്ന കരുണ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പള്ളിപ്പടി ജനകീയ സമിതി ഹോസ്പിറ്റലിലേക്ക് ബഹുജന മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. മാർച്ചിന് ശേഷം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നടത്തിയ വാർത്താ സമ്മേളനം പൊതുസമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലും അവാസ്തവമായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. മാലിന്യത്തിൽ നിറഞ്ഞ് ജലസ്രോതസ്സുകളെ മലിനമായിട്ടും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള ലിക്വിഡുകൾ പുറന്തള്ളുകയും ചെയ്തതിനെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഹോസ്പിറ്റൽ അധികൃതർക്ക് നോട്ടീസ് അയക്കുകയും തിരൂരങ്ങാടി നഗരസഭ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനക്ഷമമല്ലെന്നും അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാതെ കൂട്ടിയിട്ടതായും ആശുപത്രി കിണർ പരിശോധിച്ചാൽ വൻതോതിൽ ബാക്ടീരിയകളും ബയോമാലിന്യങ്ങളും അടങ്ങിയതായുമുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് മാനേജ്മെന്റ് കമ്മിറ്റി ബാലിശമായ വാദമുഖങ്ങളും ഉന്നയിച്ച് രംഗത്ത് വന്നത്. ഹോസ്പിറ്റലിലെ SPT പ്ലാൻ പ്രവർത്തിക്കുന്നില്ലെന്നും പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കി പ്രദേശത്തെ കിണറുകൾ മലിനമായ സാഹചര്യത്തിൽ നഗരസഭ ഇവർക്ക് വൻതുക പിഴ ഈടാക്കുകയും അത് അടവാക്കുകയും ചെയ്തത് മറച്ചുവെച്ചാണ് മാനേജ്മെന്റ് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിലും വ്യാപക ക്രമക്കേടുകളും വെള്ളം പരിശോധിച്ചാൽ വ്യാപകമായ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മൂലമുണ്ടാകുന്ന രാസപദാർത്ഥങ്ങൾ കിണറുകളിലെ വെള്ളത്തിൽ അടങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഉപരിയായിട്ടുള്ള പ്രവർത്തനവും അശാസ്ത്രീയമായ രീതിയിൽ കുഴിയെടുത്ത് അതിലേക്ക് മലിനജലം ഒഴുക്കിവിടുകയും സൈറ്റ് പ്ലാൻ ഉൾപ്പെടാത്ത നിർമ്മിതികളും വൻതോതിൽ മലിനജലം തൊട്ടടുത്ത കിണറുകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പടരാൻ ഇടയായിട്ടുണ്ട്. വസ്തുതകൾ ഇതാണെന്നിരിക്കെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന തീരാ ദുരന്തത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കി പരിസരവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും മുന്നോട്ടു പോകാവൂ എന്നും നഗരസഭ തുടരുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് പ്രദേശവാസികൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ ജനകീയ സമിതി മുഖ്യ രക്ഷാധികാരി മുഴിക്കേൽ കരീം ഹാജി, ജനകീയ സമിതി ചെയർമാൻ PK ഹംസ, കൺവീനർ ഡോക്ടർ മുഹമ്മദ് റഫീഖി, വർക്കിംഗ് ചെയർമാൻ നൌഫൽ മാസ്റ്റർ, ജോയിന്റ് കൺവീനർ MP സ്വാലി തങ്ങൾ, TM അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു.